നമ്മളിപ്പോൾ ഗോപി സുന്ദർ, ബിജു മേനവൻ ഇവരുടെ റിസോർട്ടാണ്. ആ, ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഉള്ളത് കുട്ടനാട് കൈനഗിരിയിലാണ്. കൈനഗിരിയിൽ കടത്ത് കടന്നു പോവാണ്. കൈനഗിരി കടത്താണിത്. വള്ളത്തിൽ കടത്ത് കടന്ന് അക്കരയ്ക്ക് പോവുകയാണ്. അക്കരെ നമുക്ക് ഒരു കാഴ്ചയുണ്ട്, ഒരു മനോഹരമായ വീട് തേവർക്കാട്. അവിടെ സന്ദർശിക്കേണ്ടതുണ്ട്. കൂടാതെ ഇവിടുത്തെ ഗ്രാമജീവിതവും നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടണം. നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ കടത്ത്. ആളുകൾക്ക് ഇതിനകത്ത് കയറി അത്യാവശ്യം വാഹനങ്ങളൊക്കെ കയറും, ടൂ വീലറൊക്കെ കയറും, സൈക്കിളും ടൂ വീലറൊക്കെ കയറുന്നതാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ കടത്തിൻ്റെ ഓപ്പറേറ്റർ. ഇതാണ് പേരെന്താ? ബിനു എന്നാണ് പേര്. വൺ സൈഡ് 5 രൂപയുള്ളൂ. കണ്ടോ, ഒരാൾക്ക് കൈനഗരിയിലെ കടത്ത് കടക്കുന്നതിന് വെറും 5 രൂപ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമ്മളിവിടെ കടത്ത് ഇക്കരെ എത്തിയിരിക്കുകയാണ്. ഇക്കരെ എത്തിയപ്പോൾ തന്നെ വലിച്ച് സൈഡിലോട്ട് കടിപ്പിച്ചു. സുഖമായിട്ട് നമ്മളിപ്പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പുറത്ത് എത്തിയിട്ട് ഈ ചിറയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഈ ചെറിയ റോഡുണ്ട്, അതിലൂടെ നടക്കുകയാണ്. ഒരുപാട് വള്ളങ്ങളും കെട്ടുവള്ളങ്ങളും ബോട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്യാം. ചെറു വള്ളങ്ങളാണെങ്കിൽ നിസ്സാര തുകയുള്ളൂ, 100 രൂപ മുതലുള്ള വള്ളങ്ങളുണ്ട്. നമുക്ക് ചെറിയ തോടുകളിലൂടെയൊക്കെ യാത്ര ചെയ്യണം. അത്യാവശ്യം ഈ കുട്ടനാടിൻ്റെ സ്പന്ദനമൊക്കെ അറിഞ്ഞ് പോകണമെങ്കിൽ ചെറിയ വള്ളങ്ങളിലൂടെയുള്ള യാത്രയായിരിക്കും നല്ലത്. നല്ല രസമാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഒരു കുളിർമയാണ്. നമ്മുടെ ഇത്ര ചൂടിലും ഇവിടെയൊക്കെ നല്ല രസമാണ് കേട്ടോ, നല്ല വൈബാണ്. കടത്തിറങ്ങിയാൽ നമുക്കിവിടെ ഒരു തേവർക്കാട് ഹോം സ്റ്റേ കാണാം. പഴയൊരു തറവാടാണ്, അത് ഹോം സ്റ്റേ ആക്കിയിരിക്കുകയാണ് തേവർക്കാട്. നല്ല ഭംഗിയാണ് കേട്ടോ. പഴമയിൽ താമസിക്കാനും തറവാട്ടിലൊക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല ഓപ്ഷനാണ്. നമുക്ക് തേവർക്കാട് ഹോം സ്റ്റേ എന്ന് കാണാം. ഇതാണ് തേവർക്കാട് ഹോം സ്റ്റേ. പഴയൊരു തറവാട് മോഡലാണ് വീടിൻ്റെ. മെയിൻ്റനൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോഴും. ഒരുപാട് പഴക്കമുണ്ട്. ഇതിനകത്ത് മച്ചൊക്കെ ഉള്ളതുകൊണ്ട് താമസിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. ഇതുണ്ടോ, മച്ചുണ്ട്. അതുപോലെ പഴയ തടിയുടെ തൂണൊക്കെയാണ്. ഇതാണ് ബെഡ്റൂംസൊക്കെ. ഇതാണ് ബെഡ്റൂം. നോക്കാം നമുക്ക് അകത്തോട്ട് കയറി. അടിപൊളിയാണ് കേട്ടോ. ഒരു പഴയ ഒരു തറവാടിൽ താമസിക്കുന്ന അതേ ഒരു ഫീല് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഈ തേവർക്കാട് തറവാട് 180 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു തറവാടാണ്. അതുകൊണ്ട് തന്നെ ഈ പണികളെല്ലാം പഴമയുടെ രീതിയിലാണ്, നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം തടിയാണ് കേട്ടോ. നല്ല ഒരു മച്ചുമൊക്കെ ആയിട്ടുള്ള ഒരു തറവാടാണ്. അതുകൊണ്ട് തന്നെ അകത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ചൂടൊട്ടും അനുഭവപ്പെടത്തില്ല, നല്ല കുളിർമയാണ്. എന്താ പേര്? അലക്സ്. ഓക്കെ. തേവർക്കാട് എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു, കുഴപ്പമൊന്നുമില്ല. നമ്മൾ സീസണാണോ? ഇപ്പം ഓഫ് സീസൺ ആണ്. ഇനിയിപ്പോൾ സീസൺ ആകുമ്പോൾ ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആവും. സീസൺ ആവുന്നത് ഓഗസ്റ്റ് മാസമൊക്കെ. ഓക്കെ. എങ്ങനെയാണ് റേറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ റേറ്റ്സ് നമ്മളിപ്പം ആക്ച്വലി നമ്മൾ ബിസിനസ് അങ്ങനെ കാര്യമായിട്ട് ചെയ്യുന്നില്ല. കുറച്ച് നാളായിട്ട് കോവിഡിന് മുമ്പൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം പയ്യെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതെ. റേറ്റ്സ് ഒക്കെ നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതെ. എത്ര റൂംസ് ആണുള്ളത് ഇവിടെ? നമുക്ക് 2 റൂംസ് ആണുള്ളത്. 2 റൂംസ്. ഓക്കെ, താങ്ക് യു. കുട്ടനാട്ടിൽ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ടൂറിസ്റ്റുകൾ വരവ് കുറവാണ്. ഇപ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നത് ടൂറിസ്റ്റുകൾ കുറവായതുകൊണ്ട് ഇവർക്ക് വരുമാന മാർഗം കുറഞ്ഞിരിക്കുകയാണ്. നമ്മളൊക്കെ ഇങ്ങോട്ട് വരണം. കാരണം 2018 കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 വർഷമായി, 2025 ഇപ്പോഴും നല്ല വൈബാണ്. ഇവിടെ കാണാനൊക്കെ ഒരുപാടുണ്ട്. ചാർജൊക്കെ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വള്ളത്തിലാണെങ്കിലും ഹൗസ് ബോട്ട് എല്ലാം ചാർജ് കുറച്ചിരിക്കുകയാണ്. നമ്മളുടെ ഹോം സ്റ്റേകളൊക്കെയാണ് ചാർജ് കുറച്ചിട്ടുണ്ട്. അപ്പം മാക്സിമം ആളുകൾ ഇവിടെ വന്ന് സന്ദർശിക്കണം. കായലിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് മോട്ടോർ ഓടിപ്പിച്ചൊരു വള്ളമാണ് അത് വന്നിട്ടുണ്ട്. നമുക്കതിൽ യാത്ര ചെയ്യാം. 1 മണിക്കൂറിന് 500 രൂപയാണെന്നാണ് പറയുന്നത്. 1 മണിക്കൂറത്തെ യാത്രയാണ്. ഇതാ നമ്മുടെ ശിക്കാര വള്ളം എത്തിക്കഴിഞ്ഞു. അത്യാവശ്യം വലിയ വലിപ്പമുണ്ട് കേട്ടോ. 10-12 പേർക്ക് യാത്ര ചെയ്യാവുന്ന വള്ളമാണ്. നമുക്ക് ഇതിനകത്തോട്ട് കയറാം. കയറി കഴിഞ്ഞു. ഓക്കെ. എൻ്റെ പേര് അനിയൻ. ഞാൻ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് 11 വർഷമായി. ഇത് നമ്മൾ മെയിനായിട്ട് കൃഷിയാണ് നമ്മുടെ മെയിൻ തൊഴിൽ. അത് കഴിഞ്ഞുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഇതാണ്. ഇവിടെ വരുന്ന ഗസ്റ്റുകളെയൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ അവരെ നല്ല പ്രകൃതി ഭംഗിയായ സ്ഥലങ്ങളൊക്കെ കാണിച്ച് നല്ല നാടൻ ഫുഡുകളും
ഒക്കെ കൊടുത്ത് അങ്ങനെയുള്ള ഒരു യാത്രയാണ് ഇത്. ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് കുട്ടനാടിൻ്റെ നല്ലൊരു ഭാഗം കവർ ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ പമ്പയാറിലൂടെയാണ് പോകുന്നത്. ഇത് പമ്പയാറിൽ നിന്ന് അവസാനിക്കുന്നതാണ് വേമ്പനാട്ട് കായൽ. അപ്പോൾ നമ്മുടെ കായലുകളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. അവിടെ നിന്ന് കടലുമായിട്ട് കൊച്ചി കടലുമായിട്ടുള്ള ബന്ധമാണ്. അതിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പാതിരാമണൽ, തണ്ണീർമുക്കം ബണ്ട്, കൊമരകം, കോട്ടയം എന്നീ റൂട്ടുകളാണ്. നമ്മളിപ്പോൾ ഗോപി സുന്ദർ, ബിജു മേനവൻ ഇവരുടെ റിസോർട്ടാണ്. ആ, ഇത് പൊക്കക്കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ തോടുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ പാലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പാലത്തിൻ്റെ അടിവഴിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് പൊക്കം കുറഞ്ഞ ചിക്കാര വെള്ളം വേണം. ആ, അപ്പോൾ കൂടുതൽ ഗസ്റ്റുകൾ വരുന്ന ഫോറിനേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതലും ചെറിയ തോടുകളാണ്, അവർക്ക് സ്മോൾ കനാലാണ് അവർ കൂടുതൽ ആവശ്യപ്പെടുന്നത്. ആളുകൾ അതായത് പിന്നെ നല്ല രീതിയിലുള്ള 2 സൈഡിലും തെങ്ങും തോപ്പുകളും അതുപോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ചുള്ള വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങാപ്പുറം ഇങ്ങാപ്പുറം എല്ലാം കൃഷിയാണ്. ഇത് താൽക്കാലികമായി വന്ന ഒരു റോഡാണ്. ഇത് അങ്ങോട്ട് മാറി ഒരു പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് വരാൻ വേണ്ടി അവർ എല്ലാവരും കൂടെ കൂട്ടായ്മയിൽ ചെയ്ത ഒരു പദ്ധതിയാണ്. ഓട്ടോയും കാറൊക്കെ പിന്നെ വൺ സൈഡ് പോകാനൊക്കത്തുള്ളൂ. കാര്യം അത് എതിരെ വരുവാണെങ്കിലേ വലിയ പാടാണ്. ഒരു 2 വർഷം കൂടെ കഴിയുമ്പോൾ ഇവിടെയൊക്കെ നല്ല ഡെവലപ്പായിരിക്കും. ഇത് ബോട്ടിയായിട്ട് ഉണ്ട്. അക്കരെ ആയിട്ട് ഒരു 50 മീറ്റർ അകലത്തിൽ ഇത് പള്ളി. ഇന്നിവിടെ ഒരു മാരേജുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഫിലിം സ്റ്റാർ ബിജു മേനോൻ്റെ റിസോർട്ടാണ്. കൈനഗിരിയിലുള്ള റിസോർട്ട് വളരെ മനോഹരമായൊരു റിസോർട്ടാണ് കേട്ടോ. ബോട്ടൊക്കെ ഉണ്ട്, അത്യാവശ്യം റിസോർട്ടിന് ബോട്ടൊക്കെ ഉണ്ട്. ഈ വട്ടക്കായൽ, കൈനഗിരി വട്ടക്കായലിന് സമീപമാണിത്. ആദ്യത്തെ വട്ടക്കായലാണിത്. കൈനഗിരി 5-ാം വാർഡാണ്. കൈനഗിരി 5-ാം വാർഡിലാണ് വട്ടക്കായൽ വന്നിട്ട്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയുള്ള ആ വട്ടക്കായലിന് തീരത്ത് തന്നെയാണ് ബിജു മേനോൻ്റെ റിസോർട്ട്. കുട്ടനാടിലൂടെയുള്ള കായൽ യാത്ര എപ്പോഴും വളരെ ആനന്ദകരമാണ്, നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഈ കായലിലൂടെ ഇതുപോലുള്ള ചെറിയ ശിക്കാരവെള്ളത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു വൈബ് ഉണ്ടല്ലോ, അത് മറ്റെവിടെയും കിട്ടത്തില്ല. കാരണം നമുക്കൊരു കുടുംബമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് യാത്ര ചെയ്യണം. ഒരു 8 പേര് ഈസി ആയിട്ട്, 8 കുട്ടികളൊക്കെ വരും. 8 പേരെ കൂടാതെ കുട്ടികൾക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നല്ല രസമാണ്. കാരണം പൊക്കക്കുറവാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പാലത്തിനടിയിൽ കൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാം. കുട്ടനാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അത്യാവശ്യം ഭക്ഷണം കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മളെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് കുട്ടനാടിൻ്റെ വിഭവങ്ങളൊക്കെ കഴിച്ചാണ് നമ്മൾ യാത്ര തുടരുന്നത്. ഒരു ദിവസത്തെ ഒരു ഡേ ഔട്ടൊക്കെ എന്ത് രസമാണെന്നറിയാം. ഫുൾ ടൈം കറങ്ങി നടക്കാനായിട്ട് പറ്റിയ ബോട്ടുകളും ഒക്കെ ഉണ്ട് ഇവിടെ. എന്തുകൊണ്ടും അടിപൊളിയാണ്, നല്ല രസമാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ സംഗീത സംവിധായകൻ ഗോപി സുന്ദറിൻ്റെ റിസോർട്ട്. നല്ലൊരു ഭംഗിയുള്ള റിസോർട്ടാണ്. മിറായ സുന്ദര ഐലൻഡ് വില്ല. നല്ല രസമാണ് കേട്ടോ. ഒരു തുരുത്തിലാണ്, അതുകൊണ്ട് തന്നെ പച്ച പുല്ലൊക്കെ പിടിപ്പിച്ച് പഴയ ഒരു തറവാടിൻ്റെ മോഡലാണ്. കേരള ട്രഡീഷണൽ ഒരു റിസോർട്ടാണ്. നല്ല ഭംഗിയാണ് കേട്ടോ, കാണാനായിട്ട് നല്ല ഭംഗിയാണ്, രസമാണ്. നല്ല തടിയുടെ തൂണൊക്കെയാണ് മൊത്തം പിടിപ്പിച്ചിരിക്കുന്നത്. മിറായ സുന്ദര എന്നാണ് റിസോർട്ടിൻ്റെ പേരിട്ടിരിക്കുന്നത്. ഇത് കൈനഗിരിയിലെ കൈന റിസോർട്ടാണ്. നല്ലൊരു റിസോർട്ടാണ്, അത്യാവശ്യം റൂംസൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്, 1-ാം തരം സ്വിമ്മിംഗ് പൂളാണ്. നല്ല പ്യൂരിഫിക്കേഷനൊക്കെ നടക്കുന്നുണ്ട്. നല്ലൊരു റിസോർട്ടാണ് കേട്ടോ. ഫുഡൊക്കെ ഉണ്ട്, ഹോംലി ഫുഡാണ്. കൈന റിസോർട്ട്. ഇവിടെ കയാക്കിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട്. കൈന റിസോർട്ടിൽ കയാക്കിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട്. നല്ല ഒരു അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഈ കാണുന്നത് ദിലീപ് റിസോർട്ടിനായിട്ട് വാങ്ങിയ സ്ഥലമാണ്. 11 സെൻറ്റ് സ്ഥലമുണ്ട്. നല്ല സ്ക്വയറായിട്ടുള്ള സ്ഥലമാണ്. എല്ലാം കെട്ടിയിട്ടിട്ടുണ്ട്, പക്ഷേ പ്രവർത്തനമൊന്നും തുടങ്ങിയിട്ടില്ല. ഒരു ചെറിയൊരു വീടുണ്ട് അവിടെ. ഇത് ദിലീപ് വാങ്ങിയിട്ട് ഇപ്പോൾ കുറേ വർഷമായെന്നാണ് പറയണത്. അതിനോടകം തന്നെ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല.
ഈ കാണുന്നതാണ്, അകത്തോട്ട് കയറാം. ഇതാണ് ദിലീപിൻ്റെ റിസോർട്ടിനായിട്ട് വാങ്ങിയ സ്ഥലം. ഇവിടെ ഒരു ചെറിയൊരു വീടുണ്ട്, പൊളിഞ്ഞു കിടക്കുകയാണ്. വെള്ളപ്പൊക്കത്തിന് ശേഷം കുട്ടനാട്ടിൽ ഇതുപോലുള്ള വീടുകളാണ് നിർമ്മിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. പൊക്കമുള്ള തൂണുകളിൽ വീട് നിർമ്മിക്കുന്നു, സ്ലാബ്. നല്ല രസമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഇതിലുള്ള യാത്രയൊക്കെ നല്ല രസമാണ്. നല്ല കാറ്റാണ്, നല്ല കാറ്റും നല്ല കുളിർമയുമാണ്. ചൂട് സമയത്തൊക്കെ കുട്ടനാട്ടിൽ കറങ്ങുക അല്ലെങ്കിൽ കുട്ടനാട്ടിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. ഇതാ മറ്റൊരു യാത്രാ ബോട്ട്. ഇവിടുത്തെ പ്രത്യേകത സമുദ്രനിരപ്പിനേക്കാളും താഴ്ന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോകുന്ന ഈ പമ്പയാറിൻ്റെ കൈവഴികളാണ്. പമ്പയാറിൻ്റെ കൈവഴി ആയതുകൊണ്ട് നല്ല ആഴമുണ്ട്. സൈഡിലൂടെ റോഡാണ്. ചെറിയ ഓട്ടോകളും കാറൊക്കെ കയറുന്ന തരത്തിലുള്ള റോഡ് ഇട്ടിട്ടുണ്ട്. നല്ല ആഴമുള്ള ഒരു തോടാണിത്. പമ്പയാറിൻ്റെ കൈവഴിയാണ്. ഒരു ചായക്കടയാണ്. ചായക്കട കൂടാതെ ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെയുണ്ട്. മുകളിൽ കൂടി ഒരു പാലം കാണാം നമുക്ക്. മുകളിൽ കൂടി ഒരു പാലമുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ ജീവിതം ഒക്കെ നമ്മളൊന്ന് കാണേണ്ടതാണ്. കാരണം ഇതേപോലുള്ള കുട്ടനാട്ടുകാരുടെ ജീവിതം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊരു വലിയൊരു ബോട്ടാണ്, യാത്രാ ബോട്ടാണ്. മൊബൈൽ ടവറുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഒന്നുമില്ല. ഇവിടെ നോക്കിയാലും ചെറിയ ചെറിയ വള്ളങ്ങളും അതുപോലെ തന്നെ ഹോണ്ട ഘടിപ്പിച്ച വള്ളങ്ങളൊക്കെയാണ്. ശാന്തമായ അന്തരീക്ഷവും നല്ല കുട്ടനാടൻ ഭക്ഷണവും അതുപോലെ തന്നെ വിനയമുള്ള സ്നേഹമുള്ള ആളുകളൊക്കെ കാണുന്ന ഒരു സ്ഥലമായിട്ടാണ് കുട്ടനാട് എനിക്ക് തോന്നിയത്. നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. എന്ത് രസമാണെന്ന് നോക്കി. മുകളിൽ കൂടി പാലം. അതാ അപ്പുറത്ത് നിന്നൊരു യാത്രാ ബോട്ട്, വിനോദസഞ്ചാരികളുമായിട്ടുള്ള ബോട്ടാണ്. കുടിവെള്ളം ഇവിടെ വലിയൊരു പ്രശ്നമാണ് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഉപ്പ് രസമുള്ള വെള്ളമാണ്. അതുകൊണ്ട് കുടിവെള്ളം ഇവിടെ എത്തിക്കാനായിട്ട് ടാങ്കൊക്കെ പണിതിട്ടുണ്ട്. ആ കാണുന്നത് വലിയൊരു ടാങ്കാണ്. അവിടെ നിന്ന് ശുദ്ധീകരിച്ചാണ് ഇവർക്ക് പൈപ്പിലൂടെ വെള്ളം എത്തിക്കുന്നത്. എങ്കിൽ തന്നെയും ചില വീടുകളിലൊന്നും ഇപ്പോഴും കുടിവെള്ളം എത്തിയിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇത് ഹൗസ് ബോട്ടിലുള്ള യാത്ര ഒരുപാടുണ്ട് ഇവിടെ. ഇതൊരു ഹൗസ് ബോട്ടാണ്. നല്ല രസമാണ് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒന്ന് കാണണമെങ്കിൽ ചെറിയ വള്ളത്തിലൂടെ യാത്രയായിരിക്കും എപ്പോഴും നല്ലത്. വലിയ ഹൗസ് ബോട്ടിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കായലിലൂടെയും വലിയ തോടുകളിലൂടെയും മാത്രമേ നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഈ കാണുന്നത് ഗോവേന്ദപ്പള്ളിയാണ്. കൈനകരിയിലെ ഗോവേന്ദപ്പള്ളി. ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ്റെ ജന്മസ്ഥലമാണ്. ഇതിന് പുറകിലാണ് ചാവറ അച്ഛൻ്റെ ജന്മസ്ഥലവും വീടുമൊക്കെ കാണാം. കുടുംബമായിട്ടും കുട്ടികളുമായിട്ടൊക്കെ വന്ന് കറങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ് കുട്ടനാട്. നല്ല രസമാണ് കണ്ടോ. നമ്മളിങ്ങനെ തോടുകളിലൂടെ പോകുമ്പോൾ എതിരെ ബോട്ടുകളൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നല്ല ഓളമാണ്. ഓളത്തിലൂടെയുള്ള ഈ ചെറിയ ബോട്ടിൻ്റെ പോക്ക് നല്ല രസമാണ്. ആടി ഇഴഞ്ഞുള്ള പോക്ക് കണ്ടോ, നല്ല രസമാണ്. ആ ബോട്ട് പോയതിൻ്റെ ഒരു ഓളമാണിത്. ഏതായാലും കുട്ടനാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇവിടുത്തെ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്, സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കുട്ടനാട് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ കുറവാണ്. കാരണം നമ്മുടെ ഇപ്പോൾ അതിർത്തിയിലെ പ്രശ്നങ്ങളൊക്കെ കാരണമായിരിക്കാം ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്ന കുറവാണെന്നാണ് പറയുന്നത്. നമുക്ക് ടൂറിസം വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനും അതുപോലെ തന്നെ ഈ കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ നമ്മളെല്ലാവരും ഇങ്ങോട്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഒരു ദിവസം ഇവിടെ വന്ന്
ചിലവഴിക്കണം, ഒരു ദിവസം വന്ന് ഇവിടെ ചിലവഴിക്കണം. നല്ല കുട്ടനാടൻ ഫുഡൊക്കെ ആസ്വദിക്കാം. കരിമീൻ വറുത്തതും കരിമീൻ മപ്പാസും അതുപോലെ തന്നെ മറ്റ് കായൽ വിഭവങ്ങളൊക്കെ ഉണ്ട്. കക്കാറച്ചി, ഞണ്ട്, ഒരുപാട് വിഭവങ്ങളാണുള്ളത്. അതെല്ലാം ആസ്വദിക്കാം. കൂടാതെ നല്ല നല്ല സ്നേഹമുള്ള ഒരുപാട് ആളുകളെയൊക്കെ പരിചയപ്പെടാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അനിയൻ ചേട്ടനാണ് എന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചത്. പുള്ളിക്കാരൻ്റെ ഈ ഒരു ശിക്കാര വള്ളത്തിന് 500 രൂപ മാത്രമാണ് മേടിക്കുന്നത് ഒരു മണിക്കൂറിന്. നല്ല ഒരു യാത്രയാണ്, നല്ലൊരു യാത്രാനുഭവമാണ്. തീരം അടുത്തിരിക്കുകയാണ്. കൈനഗരി ഞാൻ കയറിയ സ്ഥലം അടുത്തിരിക്കുകയാണ്. വീട്ടിലേക്ക് മടങ്ങാൻ സമയമായിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷവുമായി കാണുന്നവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.